Hi and welcome back to my YouTube channel. Hello, good morning. Good morning. ഓക്കെ, അപ്പം നമ്മൾ രണ്ടുപേരും എണീച്ചതേ ഉള്ളൂ. ഞാൻ എണീച്ചതല്ല, എൻ്റെ സഹോദരൻ എണീപ്പിച്ചതാണ്. അതാണ് ഇത്ര മെസ്സി ആയിട്ടിരിക്കുന്നത്. അശ്വിൻ ഇല്ല ഇവിടെ. അശ്വിനും സത്യം പറഞ്ഞാൽ അശ്വിനും ഇവനും കൂടെ ചേർന്നാണ് എന്നെ എണീപ്പിച്ചത്. അശ്വിന് രാവിലെ ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു. എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ അവന് ഇന്ന് ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു. സൺഡേ ആണോ? അല്ല, ഇന്ന് സാറ്റർഡേയാണ്. ഇപ്പോൾ രാവിലെ ഒരു 7:30 ആയിട്ടേ ഉള്ളൂ. അശ്വിൻ പോയി നടന്ന് കാറ് വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോയി. നമ്മൾ ഫ്ലാറ്റിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ പോകണം. ആൻഡ് അഫ്കോഴ്സ് എൻ്റെ അമ്മയുടെയും നമ്മുടെ എല്ലാവരും വ്ളോഗ് കണ്ടുള്ളവർക്ക് റെഗുലറായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഒരു കാര്യം അറിയായിരിക്കും. എൻ്റെ വീട്ടിൽ നമ്മളെല്ലാവരും ബേബി ആയിരുന്നപ്പോൾ ഒരേ ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പോൾ ആ സെയിം ഡ്രസ്സ് ഇട്ട് ഇവൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് കുറേ നാളായിട്ട് വീട്ടിലെല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു സാറ്റർഡേ എന്തായാലും ഞാൻ ഫ്രീയാണ്, കുറേ നേരത്തേക്ക് ഫ്രീ ആണ്, ഒരു പണിയും ചെയ്യാനില്ല. അപ്പോൾ ഇവനെയും കൊണ്ട് അങ്ങോട്ട് വരാം, അപ്പോൾ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഐ ഹോപ്പ് അവിടെ അമ്മു ഉണ്ടാവും തോന്നുന്നു. അമ്മുവാണ് ക്യാമറയിൽ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഐഫോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അമ്മേ, എൻ്റെ വീട്ടിൽ മേളിൽ സ്റ്റുഡിയോ ഉണ്ട്, സ്റ്റുഡിയോ റൂം. ആ സ്റ്റുഡിയോ റൂമിൽ എടുക്കാമെന്നാണ് പ്ലാൻ. അപ്പോൾ ഇപ്പോൾ ഇത്രയും രാവിലെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആരും എണീച്ചിട്ടുണ്ടാവില്ല, അതെനിക്കറിയാം. അപ്പോൾ കുറച്ചുകൂടെ ഒരു 9 മണി കഴിഞ്ഞിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനാണ്. ഇനിയിപ്പോൾ പല്ല് ചെയ്യണം. സഹോദരനെ ഇവിടെ കിടത്തിയ അപ്പക്കാരി, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടാണ് ബാത്റൂമിൽ പോകുന്നത്, പല്ല് കഴിക്കുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിന്നെ ഇവിടെ കിടത്തി നോക്കട്ടെ, നീ കരയോ ഇല്ലേ നമുക്ക് നോക്കാം. ടാറ്റാ. ഓക്കെ, ഇപ്പം ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഞാൻ പല്ലേക്കാൻ പോകുമ്പോഴും ആളെ കൊണ്ടുപോകും. ബാ, പല്ലേക്കാൻ പോവാടി. ബാ ബാ ബാ. സോ സഹോദരൻ വന്നിട്ടുണ്ട് എൻ്റെ കൂടെ പല്ലേക്കാൻ. നിനക്ക് 4 പല്ലുണ്ട്, പല്ലേക്കട്ടെ. ഇനി ഞാൻ ബ്രഷ് എടുത്താൽ തേച്ച് വയ്ക്കുന്നുണ്ട്, പല്ല് തേച്ച് തീരുന്നവരെ എന്നെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും. അതാണ് അവൻ്റെ മെയിൻ ഇപ്പോഴത്തെ ഡ്യൂട്ടി. ഇപ്പൊ പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതെന്ന്. രാത്രിയും ഞാൻ ഇപ്പൊ ഈ വെള്ളം എടുത്ത് മുഖം കഴുകുന്നതാണ് എൻ്റെ സ്കിൻ കെയർ. രാവിലെയും ഇതാണ് എൻ്റെ സ്കിൻ കെയർ. ഫേസ് വാഷ് ഇടാൻ പോലും സമയം കിട്ടാറില്ല. ഫേസ് വാഷ് എനിക്ക് വല്ലപ്പോഴും അശ്വിൻ ഇവനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ സമയം കിട്ടും, അപ്പോഴാണ് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. എന്താടാ എന്ത്? എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിലെ ബേബീസ് ഉള്ള പലരുടെയും സ്കിൻ കെയർ ഇതാണെന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. സോ ഐ എം യൂസിങ് സെൻസോഡൈൻ്റെ മിൻറ്റ് പേസ്റ്റ്. അത് ഇഷ്ടമുള്ളതുകൊണ്ടൊന്നും അല്ല. എന്നോ ഒരു ദിവസം ഇവിടെ വന്ന് പണ്ട് കഴിഞ്ഞ വർഷം ഇൻസ്റ്റാമാർട്ടിൽ ഇതാണ് മേടിച്ചത്, അതുകൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. ഇൻസ്റ്റാമാർട്ട് ഇത് മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇഷ്ടമുള്ളതൊന്നുമില്ല. രാത്രി ഓർഡർ ചെയ്ത്. ഓക്കേ, ആ തൂക്കടല്ലേ? ഓക്കെ, നമുക്ക് പല്ല് വെച്ച് കഴിഞ്ഞ് കാണാം. സോ യൂഷ്വലി നമ്മൾ എണീച്ച് വന്നിട്ട് ദൈവൻ കുറച്ച് നേരം മാറ്റി കിടന്ന് കളിക്കും. ഇതൊരു അത്യാവശ്യം വലിയൊരു മാറ്റാണ്. അമ്മ മേടിച്ചതാ. ഈ വാട്ടർ മാറ്റ് ഞാൻ വാങ്ങിച്ചതാ. ബാക്കി ഇവന് കുറേ അല്ലറ ചില്ലറ ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ച് സാർ ഇവിടെ കുറച്ച് നേരം കിടക്കും. ആ സമയത്താണ് ഞാനും അശ്വരും ഒരു കോഫിയൊക്കെ കുടിച്ച് ഇവൻ്റെ ഫുഡ് പഴം അതൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഇപ്പം വന്ന് സാർ പഴമൊന്നും കഴിക്കുന്നില്ല. പഴം, കൂരവ്, പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഒന്നും കഴിക്കുന്നില്ല. ഇപ്പം നമ്മളെങ്ങാനും വല്ല സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുകയോ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്താൽ അവന് അതാണ് ആവശ്യം. പക്ഷെ എന്നാൽ അതും ഒരുപാട് കഴിക്കുക വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഒരു 1-2 വാ കഴിക്കും, എന്നിട്ട് വാങ്ങി നോക്കിയിരിക്കും, അത്ര തന്നെ. അവൻ്റെ ഫുഡ് കൊടുക്കാൻ നമ്മൾ ബിബൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒറ്റ പൊട്ടിക്കരച്ചില്ല, കരഞ്ഞോണ്ടേയിരിക്കും. അവനറിയാം അവൻ്റെ ഫുഡ് കൊടുക്കാൻ പോകുമ്പോഴാണ് ബിബ് വെക്കാൻ. അങ്ങനെ ഇന്നലെയൊക്കെ ഞാൻ ബിബ് വെക്കാതെ ട്രൈ ചെയ്ത് നോക്കി. ബിബ് വെക്കണ്ട, നമുക്ക് അല്ലാതെ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അവസാനം ഞാൻ കഴിക്കുന്ന പാത്രത്തിൽ ഒരു ഇവൻ്റെ ഫുഡ് ഇട്ട് കൊണ്ട് കൊടുത്തു. അവൻ ആദ്യം ചെയ്യുന്നതാണ് ഫുഡ് സ്പൂൺ അടുത്തോട്ട് കൊണ്ടുമ്പോൾ മണപ്പിക്കുമ്പോൾ അവനറിയാതെ അവൻ്റെ ഫുഡാണോ അല്ലേ എന്നുള്ളത്. അപ്പം റിജക്റ്റ് ചെയ്യും. ഇന്നലെ അവസാനം
അശ്വിന് ഞാനും കൂടെ ഇവനെ എങ്ങനെയൊക്കെയോ ഫോഴ്സ്ഫുള്ളി പറ്റിച്ച് ഒരു 1-2 വാ വെച്ചു കൊടുത്തു. അത് അലറി വിളിച്ച് പൊട്ടിക്കരഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞിടോ കരയിപ്പിച്ചുകൊണ്ട് കൊടുക്കണ്ട വിട് എന്ന് പറഞ്ഞ് സഹോദരനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് ഏതെങ്കിലും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അവൻ ബ്രസ്റ്റ് ഫീഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഫുഡേ കഴിക്കുന്നില്ല, മൈൻഡേ ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അവിടെ പിന്നെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. സഹോദരൻ ഒരു സോഷ്യൽ ബട്ടർഫ്ലൈ ആയതുകൊണ്ട് അവരുടെ മുമ്പിൽ ചിലപ്പോൾ നാടകം കാണിച്ച് കഴിച്ചെന്നിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാലിപ്പൂവും പഴം വെറുതെ കൊടുത്താക്കി തിന്നും കേട്ടോ. വെറുതെ കയ്യിലൊക്കെ എടുത്ത് കൊടുത്താൽ ചുമ്മാ ഇരുന്ന് തിന്നും. അപ്പോൾ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അതെങ്കിലും കൊടുക്കണം. അങ്ങനെയെങ്കിലും അതെങ്കിലും കഴിക്കട്ടെ. അല്ലാതെ ഒരു രക്ഷയില്ല. ഭയങ്കര പ്രഹസനം സഹോദരൻ അല്ലേ? ഹലോ. ആളുടെ ടോയ്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നെ മൈൻഡ് ചെയ്യത്തില്ല. ഹലോ. അവന് ഏറ്റവും ഇഷ്ടമാണ് ആ വാട്ടർ മാറ്റിൽ കിടക്കാൻ ഇങ്ങനെ. കാരണം ആ വാട്ടർ മാറ്റ് എപ്പോഴും നമ്മൾ രാവിലെ വരുമ്പോൾ ഇച്ചിരി കൂളായിട്ട് തണുത്തിരിക്കും. അപ്പോൾ അവനായിട്ട് മണ്ടയ്ക്ക് കയറി കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ മനോജ്, നമ്മൾ ഇന്നലെ മനോജിനോട് നേരത്തെ വരണം എന്നുള്ള കാര്യം പറഞ്ഞില്ല. അങ്ങനെ ഇന്ന് രാവിലെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്ന് വിളിക്കുന്നത്. അപ്പം പുള്ളി എടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ മിക്കവാറും ഞാൻ അമ്മയുടെ വീട്ടിലെ ഡ്രൈവറിനെ തന്നെ വിളിക്കും നമ്മളെ ഒന്ന് വന്ന് പിക്ക് ചെയ്യാനായിട്ട്. കാരണം ഇല്ലെങ്കിൽ ഒരുപാട് നേരം ഞാനും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതെ വായി നോക്കി ഇരിക്കേണ്ടി വരും. അപ്പോൾ അശ്വിൻ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഐതർ അശ്വിൻ്റെ വീട്ടിൽ നിന്ന് ഇഡ്ഡലിയോ പൂരിയോ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടും രാവിലെ പല ദിവസങ്ങളും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേഴ്സ്റ്റ് കേസ് സിനറിയോ ഓർഡർ ചെയ്യും. ഇഡ്ഡലി ദോശ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കും. അപ്പോൾ ഇന്നിപ്പോൾ അശ്വിൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കും അശ്വിൻ്റെ വീട്ടിൽ നിന്ന് ഞാനും ഒന്ന് വേണമെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് അയച്ചു തന്നേനെ. പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞതുമില്ല. കാരണം രാവിലെ എൻ്റെ വീടോട് പോവല്ലേ. സോ ഐ ഓൾസോ തോട്ട് ഐ ഗോ ടു മൈ ഹൗസ് ആൻഡ് ഹാവ് ഫുഡ്. അപ്പോൾ എനിക്ക് വിശന്ന് തുടങ്ങി നല്ലപോലെ. അപ്പോൾ ഞാനെന്നാൽ പിന്നെ അമ്മയുടെ വീട്ടിലുള്ള ഡ്രൈവറിനെ തന്നെ വിളിക്കണം. വിളിച്ചിട്ട് നമ്മളെ ഒന്ന് പിക്ക് ചെയ്യാൻ പറയാം. സഹോദരനെ ഞാനും കൂടെ എൻ്റെ വീട്ടിലോട്ട് പോകും. ബാക്കി നമ്മൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ഞാൻ അതും കാണിക്കാം. ബട്ട് ഹോപ്പ്ഫുള്ളി ഇവിടെ നിന്ന് ഇറങ്ങി ഇനി എൻ്റെ വീടെത്തിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അവിടെ അഫ്കോഴ്സ് എല്ലാവരും എണീച്ചിട്ടൊന്നും ഉണ്ടാവത്തില്ല. ഈശാനിയൊക്കെ എണീക്കുമ്പോൾ തന്നെ 10 മണി കഴിയും. ഹൻസിക്ക് കോളേജ് സാറ്റർഡേ കോളേജില്ല. അപ്പോൾ ഹൻസും ഉണ്ടാവും വീട്ടിൽ. അമ്മു ഉണ്ടാവണം. കാരണം അമ്മുവാണ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞത് ബേബിയുടെ. അവിടെ സ്റ്റുഡിയോയിലുള്ള വിശേഷങ്ങളും പിന്നെ ഇനി അശ്വിൻ തിരിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളും. അശ്വിൻ ഇന്ന് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്ന കാര്യം സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ മുമ്പ് എപ്പോഴും പറഞ്ഞു, അവന് ഓർമ്മ ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ ഇനി വരുമ്പോൾ സർപ്രൈസ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഓക്കെ, ഞാൻ പോട്ടെ. ആൻഡ് ഓൾസോ ഞാൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് ചോറ് കഴിക്കുന്നില്ല. അരി ആഹാരം നിർത്തിയെന്നല്ല, പക്ഷേ ഷുഗർ കഴിക്കുന്നില്ല. ഒട്ടും ഷുഗർ തൊട്ടിട്ടില്ല. ചോറ് കഴിക്കുന്നില്ല. 3 നേരം ചോറ് കഴിക്കാറില്ല 3 ദിവസമായിട്ട്. ചപ്പാത്തി മാത്രമാണ് കഴിക്കുന്നത്. ഇഡ്ഡലി രാവിലെ ഒരു ദിവസം ഞാൻ ഇഡ്ഡലി കഴിച്ചു. അല്ലാതെ ഞാൻ ചപ്പാത്തി തന്നെ രാവിലെയും കഴിച്ചത്. ഞാൻ 3 ദിവസം കൊണ്ട് 1 കിലോ ആൻഡ് സം ഗ്രാം കുറഞ്ഞു. ടക്കെന്ന് കട്ടായി. അത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫേസ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇട്ടിരുന്ന ഈ നൈറ്റി ഇല്ലേ, ഈ ഇട്ടിരുന്ന നൈറ്റി ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ അതെൻ്റെ ഡെലിവറിക്ക് ശേഷം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ ടൈറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലുക്ക് മോർ ബ്ലോട്ടഡ് അപ്പ് ആൻഡ് ലൈക്ക് ബിഗ്. പക്ഷേ ഈ കഴിഞ്ഞ ഇന്നലെ ഞാൻ ഇത് എടുത്തിട്ടപ്പോൾ അശ്വിൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഉടുപ്പിട്ടപ്പോൾ മെലിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കുറേ നേരം മിററിൻ്റെ മുമ്പിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ചോണ്ടിരിക്കാൻ. ഞാൻ മെലിഞ്ഞ് വലുതായിട്ട് മെലിഞ്ഞൊന്നുമില്ല. പക്ഷേ എത്താലും നമുക്കൊരു ചെറിയ സന്തോഷം ഒരാൾ പറയുമ്പോൾ. എന്താടാ നീ മലന്ന് കിടന്ന് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഞാൻ ചെല്ലട്ടെ. ഇനി എൻ്റെ വീടെത്തിയിട്ട് വിശേഷങ്ങൾ കാണാം. ഇറങ്ങാൻ ടൈമായി. അമ്മയുടെ ഡ്രൈവറും അല്ല, എൻ്റെ ഡ്രൈവറും അല്ല, ഇന്ന് അച്ഛൻ്റെ ഡ്രൈവറാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ പുള്ളി താഴെ എത്തിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഓമീനെയും കൊണ്ട് താഴേക്ക് പോട്ടെ. ബൈ ബൈ. സോ താഴെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് കൂടെ സോഫയിൽ ഇരുന്നിട്ട് പോകാമെന്ന് വെച്ചു. അല്ലേ അല്ലേ? ആൾക്ക് പാൽ ഓർമ്മ വന്നു. എന്തായാലും നമ്മളിവിടെ നിന്ന് ഇരുന്നു. ഒന്ന് പാൽ കുടിച്ചിട്ട് പോയാലോ എന്ന് ആയി കാണും മിക്കവാറും. മൊത്തേ നമുക്ക് വീട്ടിൽ പോയിട്ടാവാം കേട്ടോ. ഹലോ. അയ്യോ, ഉറക്കം വരണ്ട പാവം. നിനക്കിപ്പോൾ ഉറങ്ങാനുള്ള ടൈമായല്ലേ? ഇവൻ രാവിലെ ഇതുപോലെ എണീക്കുന്ന ദിവസങ്ങൾ ഒരു 9-10 മണിയാകുമ്പോൾ വീണ്ടും കിടന്നുറങ്ങും. അപ്പോൾ ഞാനും ഇവൻ്റെ കൂടെ കയറി കിടന്നുറങ്ങും. അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ അരമണിക്കൂറെങ്കിലും ഉറങ്ങുന്നത്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് പോകുന്നതുകൊണ്ട് എൻ്റെ വീട് നല്ല ബഹളമാണ്, എപ്പോഴും ബഹളമാണ്. അവിടെ കിടന്നുറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മിക്കവാറും നമ്മൾ ഒരു 5 കഴിച്ചിട്ട് ഇങ്ങ് വന്നൊന്ന് കിടന്നിട്ട്
റെസ്റ്റ് എടുത്തിട്ട് ഓഫീസിലോട്ട് പോകും. എങ്ങനെയാന്ന് വെച്ചാൽ അപ്പോൾ റെസ്റ്റ് എടുക്കാൻ തോന്നിയില്ലെങ്കിൽ വരില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഓഫീസിലോട്ട് തന്നെ പോകും. നമ്മൾ ഇന്ന് അശ്വിനിൽ എനിക്ക് ലഞ്ച് ടൈം ആവുന്നത് ഒരു 2 മണിയൊക്കെ വരെയാണ് മാച്ച് ഉള്ളത്. അല്ല 1 മണി വരെ, 2 മണി കഴിയുമ്പോൾ അശ്വിൻ എത്തും. അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും, വേറെ എവിടെയും പോകുന്നില്ല, വേറെ ഒരു പരിപാടിയില്ല. ഡാടാ മുത്തേ ഉറക്കം വരണാടാ, ഉറക്കം വരുന്നാ അവന് നല്ല ഉറക്കം വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പം ഞാൻ എൻ്റെ കാറിലോട്ട് പോയി ഒന്ന് കയറട്ടെ, താഴെ ഉറപ്പായിട്ടും എത്തിയിട്ടുണ്ടാവും. ടാറ്റാ ടാറ്റാ. നമ്മൾ രണ്ടുപേരും കുറച്ച് മുന്നേ ഇരുന്ന് ഞാലിപ്പൂവും പഴം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 5-6 വാ കൊടുത്തപ്പോൾ വന്ന് തിന്നു, ഇളക്കി കൊടുത്തപ്പോൾ തിന്നു, പിന്നെ കൊടുത്തുന്നില്ല, റിജക്ട് ചെയ്തു. പോവാം ബാ. ഇവിടെ ഇവനിപ്പോൾ ഇവിടെ എത്തി, ഇവ ഇങ്ങനെ ഇരിക്കില്ല കേട്ടോ. ആൾ ഇവിടെ നിന്ന് ചാടി അപ്പുറത്ത് ചെന്ന് അപ്പുറത്തിരിക്കുന്ന സാധനം എടുക്കും. ഡേയ് നമ്മളിത് വീടെത്തി, ബാ ഓമി. അച്ഛൻ രാവിലെ എവിടെ പോവാണല്ലേ? ഓക്കെ, ഇന്ന് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? എന്തെങ്കിലും പരിപാടികളുണ്ടോ? രാവിലെ ഇറങ്ങുമ്പോൾ പൊതുപ്രവർത്തനങ്ങളിടാം, മരണ വീടുകൾ കാണും, പിന്നെ പലരും മണ്ഡലത്തിൽ നിന്ന് ഓഫീസിൽ വരും, എല്ലാവരോട്ടും സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് ഇടപെടും, കല്യാണങ്ങളുണ്ടെങ്കിൽ പോവും, പിന്നെ ഡെയിലി നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യും. ഇവിടെ നീ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഈ ടീഷർട്ട് ഇട്ടിരിക്കുന്നത്, ഓമിയെ വെച്ചോണ്ടിരിക്കുന്നതിനകത്തൊക്കെ ഈ ടീഷർട്ട് ആണോ? കഴിഞ്ഞ വ്ളോഗിലോ? പക്ഷെ അത് എടുത്തിട്ട് കുറെ നാളായി, ഇപ്പൊ ഇട്ടതല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്കിത് വളരെ ഇഷ്ടമാണ്. കാരണം ശരീരത്തിൽ നമുക്ക് ചില ഡ്രസ്സുകൾ പഴയതാണെങ്കിലും എന്താണെങ്കിലും എത്രയോ വേറെ ഡ്രസ്സ് ഇരുന്നാൽ പോലും ചില ഡ്രസ്സുകളോട് ഇഷ്ടം വരും. അശ്വിനും അത് തന്നെ. കുറേ മടക്കി വെച്ചിട്ടുണ്ടെങ്കിലും ആ സെയിം സാധനം കഴുകി വരുന്നതന്നെ അത് തന്നെ എടുത്തിട്ടോണ്ടേയിരിക്കും. അത് മറ്റേ നരച്ചു പോകുന്നവരെ അത് തന്നെ ഇട്ടോണ്ടേയിരിക്കും. പഴകിയ ഡ്രസ്സുകൾക്ക് ഭയങ്കര സുഖമാണ്, ബോഡിയുമായിട്ടൊക്കെ ചേരും, അത് കംഫർട്ട് ഫീലാണ്. ഇഷാനിയുടെ ബ്ലഡ് ടെസ്റ്റ് എടുത്തോ? എന്താ നിങ്ങളുടെ പരിപാടി? എന്തോന്നു ഇന്ന് ഇവന് ഞാനും ഇവിടെ ലഞ്ച് കഴിക്കുന്ന ആ ടൈം വരെ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇനി ഓഫീസിൽ പോകണം. അതുവരെ അശ്വിൻ ഇല്ല, അശ്വിൻ ക്രിക്കറ്റ് കളിക്കാൻ പോയി. അപ്പോൾ അയാളൊരു 1-1:30 ആകുമ്പോൾ എത്തും. കഴിച്ചിട്ട് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ ഓഫീസിൽ പോകും. അപ്പോൾ ഇന്നൊരു ഫോട്ടോഷൂട്ടും കൂടെ ആയിട്ട് നിങ്ങൾ വന്നതാ. എന്താ കഴിക്കാൻ? പുട്ട്, പപ്പടം, കടലക്കറി, ഓക്കെ, അച്ചാറുകളുണ്ട്, ഇനിയിപ്പോ അവനെ വെളിയിൽ കൊണ്ടുപോകത്തിന്റെ സ്ട്രെസ് ആവും. അവനിപ്പോ അവന്റെ ഫുഡ് കൊടുത്താൽ കഴിക്കില്ല, നമ്മൾ കഴിക്കുന്നതൊക്കെ കൊടുത്താൽ തിന്നും. അവന് സ്ട്രെസ്സായി പോയി. അയ്യോ ഈ പുള്ളി കഴിച്ചിട്ടെങ്ങാനും പുറത്തോട്ട് പോയാലോ ഞാനില്ലാതെ. ഇവനെ ആലോചിക്കുന്നുണ്ട്, ഈ അപ്പൂപ്പിന് വേറെ ഡ്രസ്സൊന്നും ഇല്ല, എപ്പോ എടുത്താലും കഴിഞ്ഞ വ്ളോഗിൽ ഈ ഡ്രസ്സ് ഇട്ടിരിക്കും. വേറെ ആൾക്കാരെ ഇഷ്ടമല്ല, ചാൻസ് ഇച്ചിരി കുറവാ, അവന് സ്ട്രെസ്സാ. ദൂരാച്ചൻ്റെ കൂടെ ഗാർഡനിലാണ്, ലൈഫ് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ. ഓമി ഹലോ, ഹായ് ഓമി. ഇപ്പൊ ലൈഫിൽ ഹാപ്പി ആയോ? അവന് ഭയങ്കര ഇഷ്ടമല്ലേ ഗാർഡനിൽ പോവാൻ. ബട്ടർഫ്ലൈ പൊടി വന്നാൽ ഇങ്ങനെ താഴെ നോക്കിക്കൊണ്ടിരിക്കും. അതെന്താ പുളിയുറുമ്പ അച്ഛൻ്റെ മേലുള്ള കടിച്ചാലെന്താ? കെട്ടുറുമ്പിന് കാത് കുത്തും, അതൊക്കെ നമ്മൾ കണ്ട് കാണുമ്പോഴാണ്, പിന്നെയാണ് ഒരു പുളിയുറുമ്പ്. സൂപ്പർമാൻ ടാറ്റാ. അതെ പൂച്ച ഓമി, പൂച്ച മേളില് സ്റ്റെപ്പില് പൂച്ച. ഓമി പൂച്ച. അവൻ മേളിലൊഴിച്ച് ബാക്കി എല്ലായിടത്തും നോക്കും.
എന്തൊരനുസരണം. ഓമി സ്ട്രെസ് ആയിട്ട് നോക്കുന്നത്. വേറെ രണ്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ അവന്റെ ഫേവറേറ്റ് മാറ്റിലെത്തി. അശ്വിൻ നോക്കുന്നവരാണ് ഇവൻ നോക്കുന്നത്. അവന്റെ നോട്ടം അശ്വിനെ പോലെയാണ്. അശ്വിനെ പോലെയാണ്. അശ്വിനാണ്. നീ അശ്വിൻ ബേബിയാണോ? നീ അശ്വിൻ ജൂനിയർ ആണോ? നിന്റെ അമ്മയെ പോലുള്ള നീ വാ തുറന്നിരിക്കുന്നു. ആ വന്നല്ലോ വന്നല്ലോ. ഹരം കയറി ഹരം കയറി അവന്. അവനിപ്പോ ഇങ്ങനല്ല ഇഷ്ടം, ഇങ്ങനെ. ഓക്കെ, അപ്പൊ നിന്റെ ഇഷ്ട സാധനങ്ങളെല്ലാം നോക്ക്. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വരും ഫ്രണ്ടിലോട്ട്. എടുക്കടാ, അവൻ ആദ്യം അടുത്തിരിക്കുന്നു നോക്കുക. കള്ള പുഴുവൊക്കെ ഇടയുന്നത് ഫുൾ ശരീരം എടുത്തോണ്ടങ്ങ് വരും. അതിപ്പോ അങ്ങനെ എഴയുന്നത്. ഇച്ചിരി കൂടെ ദൂരോട്ട് വെച്ചോ, അത് എടുക്കാൻ വരുമോ അവൻ. ബാ ഓമി ബാ, എഴഞ്ഞു ബാ. അതെന്തിനാണെന്നറിയോ? ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതെടുക്കണം. ജീവിതം പണയം വെച്ചിട്ട് വരുന്നത് മുത്തേ. ആദ്യമായിട്ട് കണ്ടതുപോലെ നോക്കുന്നത്. വാടക്കടാ. ഞാനൊരു കിളിയുടെ പടം കാണിച്ചില്ലേ? അതിലിവൻ ഇതുപോലെ കിളിയുടെ വായിരിക്കുന്നു, ചുണ്ടിരിക്കുന്നു. ഏയ് പ്രഷറൈസ്ഡ് ആണ് ആള്, ഭയങ്കര. ഇനി അവർക്ക് എഴഞ്ഞു വരും അച്ഛന്റെ പിന്നാലെ ഓഫീസ്. ടാറ്റാ ഓമി ബായ്, ഓഫീസിൽ പൊക്കോ ഓമി. ടാറ്റാ. ഓ ഭയങ്കര സാധിച്ചു ടാറ്റാ. ഇനി അവൻ ഇരുന്ന് പൊക്കോളും, അവന് ഒരു കുഴപ്പമില്ല, അവൻ എപ്പോഴെ വേണോ പൊയ്ക്കോളും. അച്ഛൻ്റെ കയ്യിലോട്ട് ഇറുക്കി അള്ളി പിടിച്ചു വെച്ചേക്കുന്നു ആ സൈഡിൽ. നോക്ക്, എങ്ങാനും വിട്ടിട്ടെങ്ങാനും പോയാലോ. ഈ സൈഡിലും അള്ളി പിടിച്ചിട്ടുണ്ട് അച്ഛൻ വിടാതിരിക്കാൻ. അള്ളി പിടിച്ചു വെച്ചേക്കുന്നു ആ സൈഡ്. നോക്ക്, ഇനി കാറ് വരെ കൊണ്ടുപോയി തിരിച്ച മാനസികമായ ആള് തകർന്നു പോകും. തകർന്നു പോയി. പക്ഷെ കരയും, ഭയങ്കരമായിട്ട് കരയും കേട്ടോ. ലാസ്റ്റ് മിനിറ്റ് ഒരു പറ്റിക്കാന്ന് വിചാരിച്ചു അല്ലേ. പോയോടാ ലോമ. അയ്യോ പാവം. മറന്നേ ഏതോ കൊതുവിനെ കണ്ടപ്പോ പെട്ടെന്ന്. ബാടാ ബാ ഓമി ബാ, നമുക്ക് അകത്ത് പോവാം. ഓക്കെ, ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഓമി മേളിലോട്ട് പോയി അമ്മൂൻ്റെ കൂടെ. എനിക്ക് പൊതുവേ ബ്രൈറ്റ് ലൈറ്റ് ഒട്ടും ഇഷ്ടമല്ല. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ട്യൂബ് ഓഫ് ചെയ്യാൻ സമ്മതിക്കില്ല, എന്നെ വധിച്ച് കളയും. ഞാനിരിക്കുമ്പോൾ ഞാൻ ട്യൂബ് അങ്ങനെ ഇടാറില്ല.
എനിക്ക് ഇഷ്ടമല്ല. എനിക്കിതുപോലെ ഒന്നുകിൽ ഇരുട്ടത്തിരിക്കണം അല്ലെങ്കിൽ ഡിം വോം ലൈറ്റ്സ് ആയിരിക്കണം. സോ ഞാൻ കുറച്ച് പുട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അത് അധികം കഴിക്കുന്നില്ല, കാരണം ഇതും അരി ആയതുകൊണ്ട് ഞാൻ അരി മാക്സിമം അരിയാഹാരം കട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഞാൻ കുറച്ചെങ്കിലും കഴിക്കുന്നത്, കാരണം ഇല്ലെങ്കിൽ എനിക്ക് ഇവന് പാല് കൊടുക്കാനുള്ള എനർജി ഉണ്ടാവത്തില്ല. ഈ കടല നല്ലപോലെ കഴിക്കും, അതാകുമ്പോൾ അതിൻ്റെ പ്രോട്ടീൻസ് ലാവിഷായിട്ട് കയറും. എനിക്ക് പൊതുവേ വെള്ളക്കടലയാണ് ഇഷ്ടം. ഇന്നിപ്പോൾ ഭാഗ്യത്തിന് വെള്ളക്കടലയാണ്. സാധാരണ എൻ്റെ വീട്ടിൽ ബ്രൗൺ കടല ഉണ്ടാക്കുന്നത്. ഞാൻ ഹേർഡ് ബ്രൗൺ കടലയാണ് ഹെൽത്തിന് നല്ലത്. ഐ മീൻ മച്ച് ബെറ്റർ ബ്രൗൺ ആണ്. ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛൻ പറയാറുണ്ട്. ഇന്നിപ്പോൾ വൈറ്റാണ്. അശ്വിന് വൈറ്റ് കടല ഇഷ്ടമല്ല, അശ്വിന് ബ്രൗൺ കടലയാണ് ഇഷ്ടം. ഓക്കെ, കടല വന്ന് പുട്ടിൻ്റെ കൂടെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ പപ്പടം ആകെ കഴിക്കുന്നത്. അല്ലെങ്കിൽ പപ്പടം എനിക്കിഷ്ടമല്ല. ഞാനും അമ്മയും ചോറിൻ്റെ കൂടെ പപ്പടം കഴിക്കില്ല. ഞാൻ അപ്പളം കഴിക്കും ചോറിൻ്റെ കൂടെ. മുകളിൽ അവനെ എടുക്കാൻ അടിയായി. ഇഷാനിയും അമ്മു അവനെ എടുത്തുകൊണ്ട് ഓടുന്നു, ഇഷാനി പിന്നാലെ ഓടുന്നു. എനിക്ക് താന്ന് പറഞ്ഞിട്ട് ഹൻസിക ഓൾറെഡി ഇന്നലെ രാത്രി പറഞ്ഞു അവൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാനായിരിക്കും അവനെ എടുക്കുന്നത്, കാരണം എനിക്കിതുവരെ ടേൺ കിട്ടുന്നില്ല. ഞാൻ എപ്പോഴും കോളേജിലാണ്, അപ്പോൾ എനിക്ക് അവനെ എടുക്കാനേ പറ്റില്ല. അപ്പോൾ ഹൻസിക ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചേക്കണം, ഹൻസികയാണ് ഏറ്റവും കൂടുതൽ അവനെ എടുക്കാൻ പോകണമെന്ന്. അതുകൊണ്ട് ഞാൻ തൽക്കാലം അവനെ ഹാൻഡിൽ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. ഞാൻ സമാധാനമായിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഹൻസു എണീച്ചില്ലേ ഇഷാനി? ഹൻസിക എടുത്ത് പറ, ഹൻസിക അവസരം എണീക്കുമ്പോൾ ഞാൻ പോവാൻ സമയം. ഓക്കെ, അപ്പോൾ ഞാൻ പൊതുവെ ആക്ച്വലി പുട്ടിൻ്റെ കൂടെ ഞാൻ പുട്ട് കടല പപ്പടം കഴിച്ചിട്ട് ഞാൻ കുറച്ച് അച്ചാർ കഴിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ അച്ചാർ ഒഴിവാക്കുന്നു, ബിക്കോസ് അതിനകത്ത് ഓയിലുള്ളത് കൊണ്ട്. ഞാൻ ഇപ്പോൾ ഫ്രൈഡ് ഫുഡ് അങ്ങനെ തിന്നുന്നില്ല. ഞാൻ ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ ഏറ്റവും എനിക്ക് സന്തോഷമായ കാര്യം, വന്ന് കയറിയപ്പോൾ തന്നെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ മെലിഞ്ഞു, ബോഡി നല്ല ഷേപ്പായി വരുന്നുണ്ട്. കേട്ടപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, കാരണം എനിക്കറിയാം, ഞാൻ ചെറുതായിട്ട് ശ്രദ്ധിച്ചതാണ്. അപ്പോൾ അമ്മു എന്ന് പറഞ്ഞു, നീ പെട്ടെന്ന് ബോഡി ഭയങ്കര ചേഞ്ച് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ഡയറ്റ് എന്നെക്കൊണ്ട് പറ്റുന്നത്രയും മാക്സിമം ഷുഗർ കഴിക്കാതെ, റൈസ് കഴിക്കാതെ, ചപ്പാത്തി തന്നെ ഞാൻ കൂടുതൽ കഴിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കഴിക്കുന്നത്, വെറുതെ ചപ്പാത്തി കഴിച്ചാൽ നമുക്ക് അതിനൊന്നും കിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ കൂടെ കഴിക്കുന്നത് രാജ്മ കറിയാണ്. പിന്നെ രാജ്മ എന്ന് പറഞ്ഞാൽ കിഡ്നി ബീൻസാണ് കേട്ടോ. അത് അറിഞ്ഞുകൂടാത്തവർക്ക് പറയാണ് കിഡ്നി ബീൻസ് ഭയങ്കര നല്ലതാണ് ബോഡിക്ക്. രാജ്മ കഴിക്കും ഞാൻ, വെജിറ്റബിൾ കടായി കഴിക്കും. പൊതുവേ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത ഞാൻ വെജിറ്റബിൾ കടായിലൂടെ കിടക്കുന്ന എല്ലാ വെജിറ്റബിൾസും കഴിക്കും. അതിനകത്ത് എല്ലാം ഉണ്ട്, ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, എല്ലാം കാണും. സോ കഴിക്കട്ടെ. അച്ഛൻ ഓഫീസിൽ പോയി. അശ്വിൻ ഇനിയും വരാനൊരു 4-5 മണിക്കൂർ എടുക്കും. കടലക്കറി സൂപ്പർ. ഇന്ന് അശ്വിൻ്റെ ക്രിക്കറ്റിൽ ജയിച്ചാൽ അവർ ഫൈനൽസിൽ കയറും. ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തോ സെമി ഫൈനലോ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല. ഇന്ന് ജയിച്ചാൽ ഫൈനൽസ്, ഇല്ലയെന്നുണ്ടെങ്കിൽ നാളെ എന്തോ ഒരു ഗെയിം ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. അവന് ഓസി എന്നൊക്കെ എഴുതിയ തൊപ്പിയൊക്കെ വെച്ചാൽ പോയത്, കുറച്ച് ലക്ക് കിട്ടത്തെന്നൊക്കെ പറഞ്ഞു. ഇനി അവസാനം തോറ്റിട്ടെങ്ങാനും വന്നാൽ അതിന് എൻ്റെ തലയ്ക്കാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ മേളിൽ അമ്മു അവനെയും കൊണ്ട് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക. മിക്കവാറും അവൻ ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവൻ പാലും കുടിച്ചിട്ടില്ല, ഒരു ഫുഡും കഴിച്ചിട്ടില്ല. തളർന്നിട്ടെങ്ങാനും ഉറങ്ങിയാലേ ഉറങ്ങത്തുള്ളൂ. ഇപ്പോൾ ഇപ്പോൾ അപ്പച്ചി പഴം അരച്ചുകൊണ്ടിരിക്കുക. ഇനി എപ്പോൾ ഫുഡ് കൊടുത്ത്, ഇനി എപ്പോഴാണ് അവൻ്റെ ഫോട്ടോ എടുക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നോക്കാം, ഞാൻ ആദ്യം ഒന്ന് ഫുഡ് കഴിച്ച് കഴിയട്ടെ. ഊഞ്ഞാലിൻ്റെ സൗണ്ട് കേട്ടാൽ പിന്നെ ഇഷാനിയുടെ കൂടെയാണെന്ന് അറിയാൻ പറ്റും. ഈ മാമന്മാരുടെ ഫോട്ടോ എടുക്കുന്ന പോലത്തെ വീഡിയോ എടുക്കുന്ന അങ്കിൾ സെൽഫീസ്. മമ്മി ഫോട്ടോ എടുക്കാണ്ടേ നിന്റെ? വാ. അങ്ങനെ ആശാനും ഞാനും ഒരു 1.5 മണിക്കൂർ കിടന്ന് ഉറങ്ങിയത് ഇപ്പോൾ എണീച്ചു. ഹലോ, താഴെ പോവാം, നിന്റെ ഫോട്ടോ എടുക്കാൻ പോവാം നമുക്ക്.
നിന്റെ ഫോട്ടോ എടുക്കാൻ പോവാം. താഴേക്ക് പോകണം. താഴെ ഇവൻ വരാൻ വെയിറ്റ് ചെയ്യുകയായിരിക്കും എല്ലാവരും. അമ്മു പിടിച്ചു സപ്പോർട്ടിന് പിടിച്ചേക്കുവാണ്. അതിങ്ങനെ ആക്കിയത് പുട്ട് 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 പുട്ട്. അവനെ വെളിയിരിക്കുന്ന സാധനം തിരിച്ച് കയറ്റി കൊടുക്കുമ്പോഴാണ് ദേഷ്യം. അവനെങ്ങനെ മെസ്സി ആയിട്ട് തന്നെ ഇരിക്കണം. എനിക്കൊന്ന് പുട്ടും പഴവും തിന്നും ഈ അമ്മാവന്മാരെ പോലെ. അച്ചോ സ്വന്തമായിട്ട് തിന്നണ്ട, അത് ഇച്ചിരി കൂടെ വലുതായിട്ട് തരാം. ഫോട്ടോഷൂട്ട് കാണാൻ വരുവാണ്. ബാക്കി ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ആക്കി വെളിയിലോട്ടിടും. അതാക്കാരാ അങ്ങനെ ചെയ്തോണ്ടേയിരിക്കും. അത് അവന് ഇഷ്ടമാണ്. ഇന്നലെ ഞാൻ എന്താ കൊടുത്തപ്പോൾ സോഫയിൽ പതുക്കെ പതുക്കെ ഇട്ടുകൊണ്ടേയിരുന്നു. എന്നിട്ട് അത് അവൻ ചവിട്ടിക്കൊണ്ടേയിരുന്നു. മാമ ഓമി മാമ അവന് തിന്നണം, പക്ഷെ വെളിയിൽ വിടണം. എന്താടാ ഓമി? തുടക്കാൻ വരുമ്പോ തല 360 റൊട്ടേറ്റ് ചെയ്യും. ഷുഗർ മാക്സിമം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ ഇഷാനി ടോർച്ചർ ചെയ്യുന്ന ഒരു സാധനമൊക്കെ കാണിച്ച് പറ്റുന്നില്ല. എന്താ ഇവ ഇപ്പൊ കൊടുത്താലും നിന്നോളും ഹാപ്പി ആയിട്ട്. പലമ്പ ഇതാണ് ഇപ്പൊ സ്ഥിരം ചെയ്യുന്ന ഫുഡോട്. ഇങ്ങനെ ചെയ്തോണ്ടേയിരിക്കും, പക്ഷെ കഷ്ട കഴിക്കും. അത് ഭയങ്കര എക്സ്പ്രഷൻ അല്ലേ? ഇറിറ്റേറ്റഡ് ടു ദ കോർ. കുഞ്ഞാപ്പി കന്നിയൊക്കെ ഈ പ്രായത്തില് ഈ 6 months ലൈക് സിമി വെജിറ്റബിൾസ് ഒക്കെ അങ്ങനെ എടുത്ത് വായിൽ വെക്കുമ്പോൾ മിണ്ടാതെ കഴിക്കുന്നു. അവിയലിന്റെ she used to eat biryanis. I think vegetables was fine. 1 year ആകാറായപ്പോഴാണ് ബിരിയാണി കഴിച്ചത്. 6 months തന്നി എപ്പോഴാന്ന് വെച്ചാൽ നമ്മള് മുകളിൽ ഫോട്ടോ ഇല്ലേ, തന്മി കമന്ന് കിടക്കുന്ന ഒരു ഫോട്ടോ, ഞാനും തന്മിയും ആ സമയത്ത് ലൈക് തന്മിയെ വീട്ടിൽ വിട്ടിട്ടാണ് സിമി ചെന്നൈ പോയത്. ഇച്ചിരി കുറവാണ്. അവൻ മണപ്പിക്കും, പഴവും മണപ്പിക്കും. അവന് മറ്റേ പഴമാണ്. ആ എക്സ്പ്രഷൻ കണ്ട മോൻ വെച്ച് കാണിക്കുന്നത്. ആ ദേഷ്യം മൊത്തം വയറ്റിലാണ് ചവിട്ടി തൂക്കുന്നത്. അവൻ മുഖം ഇങ്ങനെ. ഞാനിപ്പോ എന്ത് കൊടുത്താലും അവൻ വിശ്വസിക്കത്തില്ല. സിനിമയ്ക്കകത്ത ഡയലോഗ്, തുറക്കൂലടാ ഞാൻ തുറക്കൂല. അവന് എക്സ്പ്രഷൻ കാണിച്ചോണ്ടേ ഇരിക്കും എന്ത് കൊടുത്താലും. പോമോടാ ബേബിക്ക് ഇഷ്ടം. എനിക്ക് പോമോഗ്രാനൈറ്റ് ഇഷ്ടമല്ല, എനിക്ക് മനുഷ്യൻ. അതവനറിയാം. കൺട്രോള് കിട്ടുന്ന ഒരു സാധനം. അയ്യോ നല്ലതാ ഓമാ. പക്ഷെ ഇതവന്റെ വെള്ള ടീഷർട്ട് കുത്തൊന്നും ആക്കൂലേ. കുഴപ്പമില്ല, ആക്കട്ടെ, വീട്ടിടുന്ന കുഴപ്പമില്ല. എല്ലാം ഓക്കെ. എന്റെ ഉടുപ്പിലോട്ട് ഇടാതിരുന്നു. അയ്യോ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട അതാ വാ തുറക്കുന്നത്. ഡ്രാക്കുള ചോര കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രാക്കുള അയ്യോ
അവന് പണ്ട് ഇത് വലിയ ഇഷ്ടമായിരുന്നല്ലോ. അല്ല കഴിക്കും പോമുഖാൻ്റെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. He's like enjoying that bite with his teeth. ആ കാട്ടിച്ച ഫ്രസ്ട്രേഷൻ തീർത്തോണ്ടായിരിക്കുന്നത്. ആ ഫ്രസ്ട്രേഷൻ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. അയ്യോ ടിഷ്യൂ എടുക്കോ. തുടയ്ക്കാൻ പോകുന്നതാണ് അവൻ അടുത്ത ദേഷ്യം. അതെന്താണ് ഇത്ര പ്രശ്നം? അത് വായുടെ അടുത്തൊന്ന് കൊണ്ടുപോയി അവനത് കടിക്കാൻ എടുക്കുന്നു. ഓമ പാവം എന്നാടാ. ഞാൻ വീഡിയോ ഇതിന്റെ തന്നെ അവനെ ഡ്രസ്സ് ഇടിയിപ്പിക്കാൻ പോവുകയാണ്. അർജുനൊക്കെ മയക്കൊന്ന് കേട്ടു. ഭയങ്കര ഒരു മെഗാ സീരിയൽ നടക്കാൻ പോകുന്ന പോലെയാണ്. 10 മിനിറ്റ് മിക്കവാറും പണി തീരും. എടാ ഏത് ഡ്രസ് എന്ന് പറഞ്ഞു കൊടുക്ക്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ബ്ലോഗ് കാണുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് അറിയായിരിക്കണം. നമ്മുടെ എല്ലാരും കുഞ്ഞിലെ ഇതൊരു ഡ്രസ് ഉണ്ട് വൈറ്റ് കളർ. മേളില് നമ്മൾ കിടന്നു നമ്മളെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അത് അറിയായിരിക്കും. ഒബിയസ്ലി ബിക്കോസ് എനിക്കൊന്ന് അമ്മയുടെ ഫേസ്ബുക്കിലൊക്കെ അതിന്റെ ഫോട്ടോസ് വരെ ഉണ്ടാവും 4 പേര്. അപ്പൊ ആ സെയിം ഡ്രസ് ഇന്നിപ്പോ ഇവരിടണം. നാളെ ബാക്കി അമ്മൂനും ഇഷാനിക്കും ഹൻസൂനും ഒക്കെ ബേബീസ് ആകുമ്പോ അവർക്കൊക്കെ ഇടണം. അപ്പോ ഗ്രാൻഡ് ചൈൽഡ് ആയിട്ട് ആദ്യം ഇടാനുള്ള പ്രിവിലേജ് ഇവന് കിട്ടി. അപ്പൊ ആള് പോയെടുത്തു, സ്വന്തം ഡ്രസ്സ് പോയെടുത്തു. ഓക്കെ, നിന്റെ ആന്റിമാരൊക്കെ ഇട്ട ഡ്രസ്സാ ഇത്. റിഷാൻ മാഹിർ ഇട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ ആന്റിമാരും നിന്റെ അങ്കിൾമാരൊക്കെ ഇട്ടിട്ടുള്ള ഡ്രസ്സാ പോയെടുത്തു. ഇൻഹെറിറ്റൻസ് അങ്കിൾ ആയിട്ടില്ല. ഇട്ടിട്ടില്ലേ? ഇല്ല. ഓക്കെ ഓക്കെ. ഇട്ടിട്ടുണ്ടല്ലേ? അപ്പൊ ആദ്യത്തെ മെയിൽ ബോയ്റ്റ് വരെ. ഓക്കെ ഓക്കെ. ഫീമെയിൽസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. സോറി, ആന്റിമാര് മാത്രമേ ഇട്ടുള്ളൂ. അങ്കിൾമാര് ഇട്ടിട്ടില്ല. ഡ്രസ് ഇടിപ്പിക്കട്ടെ. ഡ്രസ് ഇടിപ്പിച്ചിട്ട് കാണാം. കൈ ഞാൻ കാണിച്ചു. Adopted. An adoption. Bye, Omi. Up for adoption. Omi photoshoot dress ഇടണ്ടേ? നമുക്ക് ഡ്രസ് ഇട്ടിട്ട് കറങ്ങാൻ പോവാം. Omi. മണിമുത്തമൊരു വീട് അനിയത്തി അത് ചെറു ചെറു മണിമുത്തമുള്ളൊരു ഏരാ. നമ്മളൊക്കെ ഇവനെക്കാൾ ചെറുതായിരുന്നപ്പോഴായിരുന്നു ഈ ഉടുപ്പിട്ട് ഫോട്ടോ എടുത്തത്. കേറോ ഉടുപ്പ്, കേറോ അതോ കീറോ? എന്റെ മക്കളെ, എന്റെ കണ്ണാടി നോക്കി. നീ കണ്ണാടി പൊട്ടിച്ചു വെച്ചേക്ക്. എനിക്ക് റിപ്പയർ ചെയ്യാൻ പോവാനേ പറ്റിയില്ല. കണ്ണാടി കിട്ടിയത് ലുക്ക് നോക്ക്. ബാക്കി ഇവിടെ അല്ല ലുക്ക് നോക്ക്. നാട്ട് 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 നാട്ട്. ഇതാ കണ്ണാടി കണ്ണാടി കണ്ണാടി. പ്രാക്ടീസ് പ്രാക്ടീസ്. ഇപ്പൊ മെലിഞ്ഞ കുട്ടിയായി പോയി. അയ്യോ, അപ്പൊ ഇത് കാണുമ്പോ എനിക്ക് അമ്മൂന്റെ സൈസ് ഇമാജിൻ ചെയ്യാൻ കേട്ടാ. കുഞ്ഞില് പൊട്ടിക്കാൻ റെഡി ആയിട്ടാ തന്നെ. ഇറ്റ്സ് ഓക്കെ.
വാവി ഇവ എന്നെ പോലെ കബീഷ്. ഹാൻസം ആണല്ലോ. ആക്ച്വലി ഇവന്റെ ബോഡി എന്റെ ആ ഫോണിലെ ബോഡി പോലെ കബീഷ് ബോഡിയാ. ചെറിയൊരു വണ്ണമുള്ള കുട്ടിയെ ഞാൻ കണ്ടു. ഞാനും കബീഷ്. കപീഷ് ഞാൻ ഇടുമ്പോഴേ ആ ബട്ടൺ ഇപ്പൊ പൊട്ടാൻ റെഡി ആയിട്ടായിരുന്നത്. ഓടാൻ തുടങ്ങി. ഓടി കാണിച്ചാൽ എങ്ങനെ എന്നെ വെളിയിൽ കൊണ്ടുപോകുന്നൊക്കെ. നമ്മുടെ ബാക്ക് മസിൽസ് ഒക്കെ സ്ട്രോങ്. അവന്റെ ജൂലറി ഒക്കെ ഇടാൻ പോകുന്നു. ഇതാരാ അമ്മ വാങ്ങിച്ചേ? നമ്മൾ എല്ലാരും കൂടെ അന്ന് എന്തൊക്കെയോ ഒക്കെ മിക്സ് ചെയ്ത് വാങ്ങിച്ച ഓർമ്മ. ഓ ഭയങ്കര സെലിബ്രേഷൻ. വാവ് മീ. പോസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെങ്ങനെ വലിച്ചൂരാന്നുള്ള പ്ലാനാണ്. ഷാനി അവന്റെ കൈ നോക്ക് ഷാനി. ബ്രേസ്ലെറ്റ്. തള അച്ചോ. എന്തെടാ വലുതാക്കി കേൾക്കണം. തളയൊക്കെ അവക്ക് നെറ്റിച്ചുട്ടി മൂക്കൂത്തി ഇട്ട് വരട്ടെ. അവന്റെ തന്നെ വളം അവ ഇങ്ങനെയൊക്കെ ബ്യൂട്ടി എന്നൊക്കെ കേട്ടില്ല. ഉപ്പിട്ടില്ല. ആ കേട്ടിട്ടില്ല. ആ സോ ഞാൻ പറഞ്ഞ ഫോട്ടോ ഇതാണ്. അർജുൻ നോക്ക്. ഇത് ഞാൻ നോക്ക്. ശനി അമ്മോ ഇവനെ ഒരു സെക്കൻഡ് അതിന്റെ അടുത്തൊന്ന് ചുമ്മാ പൊക്കി കാണിക്കോ. ആളുടെ വലിയ സെറിമണി ഫംഗ്ഷൻ പോലെ ആയിപ്പോയി. സെറിമണിക്ക് പോകുന്ന പോലെ എല്ലാവരും കൂടെ ചട്ടിയും കലവും ഒക്കെ പറക്കി. ഏതാ ഞാൻ കണ്ട ചെരുപ്പ്? ബ്ലൂ. ഓക്കെ. ഈ ഡോറെന്താ ഇങ്ങനെ തിരിച്ചൊക്കെ വരുന്നു? അതാ കമ്പ്, റോപ്പ്. നിങ്ങൾ പോയിക്കോ, ഞാൻ ഫോണൊക്കെ. ഓക്കെ വാ ഓമി. ഓ ഭാഗ്യം പായൊന്നും ഇല്ലാത്തത്. വല്ലാത്തൊരു ചൂടല്ലേ. നമ്മുടെ തുണിയൊക്കെ വിരിച്ചിടുന്ന ഏരിയയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഇടയിലൂടെയൊക്കെ മറ്റേ തിളക്കം സിനിമയിൽ ദിലീപ് ഓടുന്ന പോലെ എൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് ഓടാം. മുണ്ട് വിരിച്ചിട്ടിരിക്കുന്ന പോലെ മുണ്ടൂരായി പോയി ഇവിടെ. തളയുള്ള കാലെടുത്തോണ്ടിരിക്കണ്ടേ. ചൂമി ആലോചിച്ചത് എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. ഈ കുടുംബം എന്നെ കൊണ്ടുപോകണം. നമുക്ക് റംബൂട്ടാൻ മരത്തില് പൂക്കളൊക്കെ നിൽക്കുന്നത് ഫുള്ള് നിറച്ച് പൂക്കള്. ഏപ്രിൽ ആവാറായവിടെയൊക്കെ ഒന്ന് സീസൺ ആവാറായി വരുന്നു. ഇത്തവണ കുറേ വരുന്ന പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് ടൈം അങ്ങനെ കാണാൻ പറ്റിയില്ല. ഇത് പലരും എൻ്റെ ബ്ലോഗിലൊന്നും കണ്ടുണ്ടാവത്തില്ല. പക്ഷെ ഇവരുടെ ആരുടെയെങ്കിലൊക്കെ ബ്ലോഗിൽ ഈ സ്ഥലം നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടുണ്ടാവും. ഞാനങ്ങനെ ഇവിടെ വരാറില്ല. ബാബാസ് ആ സൗണ്ട്, ആ സാധനമൊക്കെ നീക്കിയപ്പോഴേ ഭയങ്കര ബാബാസ് ആയിപ്പോയി. നമ്മുടെ ഫോട്ടോസ് ഒക്കെ ബാബാസിലാണ്. ബാബാസ് നമ്മുടെ വീട്ടിൽ ഇപ്പൊ കുട്ടി ബാബാസ് ഉള്ളതുകൊണ്ട് കുട്ടി ഫോട്ടോഷൂട്ട് ഇവിടെയാണ്. ഈ ഫ്രെയിം ഇപ്പൊ വെച്ചതാണ് ഇവിടെ. ഇതിൽ ഹൻസിക്ക് എവിടെയോ ഇവന്റെ കട്ടുണ്ട്. എനിക്ക് ഒട്ടും എന്റെ കട്ടില്ല. ബട്ട് ഞാൻ കബീഷാണ്. ഇനി ആ വാക്ക് പറയല്ലേ? പറയും.
അതെന്താന്ന് മനസ്സിലായി. പക്ഷെ പക്ഷെ ആടെ നിക്കുന്ന ക്യാഷ് വേർഡ് കിട്ടി 2020 സിനിമയെന്ന് ശനി. കബീഷ് കബീഷ് ഹരീഷ് ഹരീഷ് ഞാൻ എടുക്കട്ടെ. പള്ളി അപ്പൊ മാറ്റിട്ടാണ് ഇരുത്തണേ. ആ ഇതിനെ താത്തണം. ഈ ടേബിളേ നീക്കണം. ഓ ഞാൻ ഈ ടേബിളിലാണ് ഇരുത്തുന്നത്. ഓ ആണോ? ഈ ടേബിളിൽ മാറ്റിട്ടിട്ടല്ലേ ഇരുത്തണേ. ഓ അങ്ങനെ ചെയ്യാവോ? അതെ അതെ അതെ. കൊള്ളുന്ന നിലയ്ക്ക് ഇനി കീറണ്ട. എനിക്ക് പൊക്കം അത് അത് കേട്ടാ മതി. അത് കേട്ടാ മതി. ആറച്ചു ഇന്നലെ പൊക്കമുണ്ട്, അത് കേട്ടാ മതി. അയ്യോ ആ നീ റൗണ്ട് പോയിട്ടോ. ടാറ്റ. മിനി ബാബാസ് ഗെറ്റിംഗ് റെഡി. ഓ ഇവിടെ എ സി ഉള്ളതുകൊണ്ട് ഭയങ്കര സുഖം കേട്ടോ. ഈ റൂമിനകത്ത് കുഞ്ഞു റൂമായോണ്ട് നല്ല തണുപ്പ്. മറ്റേത് തനിയെ താഴെ ആ തറയെ വീണേ. നമ്മൾ ഇതുപോലെ താക്കണോ എന്ന് നോക്കണം. ബ്ലാക്കോ? ഓഹ് ഈ ടേബിൾ ഭയങ്കര തണുപ്പ്. ബ്ലാക്കിന്റെ ലിവർ അതാ. ഹലോ. ഓക്കെ ഇപ്പൊ ഈ ഒരു മാറ്റിലാണ് ഇവൻ ഇരുത്താൻ പോകുന്നത്. ഫറി മാറ്റ്. അപ്പോൾ നല്ല സുഖമായിരിക്കും. നമ്മളിരിക്കുന്ന ഒരു ബേസും വൈറ്റ് ആണ്, പക്ഷെ നമ്മൾ വൈറ്റ് ടവലാണ് അത് വെച്ചിരുന്നത്. ഇവിടെ കുറച്ചുകൂടെ സെറ്റപ്പായി. എന്താ നീ എന്താ ആലോചിക്കുന്നത്? പെട്ടെന്ന് ആളെ എന്തെങ്കിലും ഭയങ്കര എന്ത് പോസ് കൊടുക്കാന്ന് ഞാൻ എന്ത് ശരി മിസ് ചെയ്ത് വീഡിയോ ഒരു സൗണ്ട് കിട്ടിയില്ല. കിട്ടില്ലടാ, സൗണ്ട് വരില്ലടാ. എന്നുവെച്ചാൽ നീ ഫോട്ടോയില്ലേ, നീ അതാണ് പ്ലാൻ ചെയ്യുന്നെങ്കിൽ ഫോട്ടോയിൽ ആ സൗണ്ട് വരില്ല. ഇതിന്റെ പ്ലാൻ എടുക്കട്ടെ. ഔ ഓമി ഔ ഔ ഓമി ഔ. So what we can do is ഇവിടെ plug ഉണ്ട്, അവിടെ നിന്ന് plug ഉണ്ടായിരിക്കും. ഓമി ഔ ഔ. ഇത് തുറന്നതാണോ? എന്താടാ ബാ ഫോട്ടോ എടുക്കാം. ബാ ബാ. എന്തിടാ ചേർ എങ്ങോട്ടാ നീക്കണ്ട? എന്തിടാ എടുക്കണോ? അങ്ങനെയാണ് മാറ് കണ്ടത്. ഇഷാനിയുടെ മാറ് കാണുന്നു. ഓക്കെ അർജുൻ ഒരു ഹെൽപ്പ് പിടിച്ചോ പിടിച്ചോ, വീടല്ലേ. അല്ല കുറച്ച് രണ്ട് സമയം അവൻ ആ കാർപ്പറ്റ് ഒക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. മതിയോ? ആ മതി മതി. ഇനി ഇരുത്തിക്കോ. പക്ഷെ ഇഷാനി ഇപ്പൊ കാണും കേട്ടോ. ഞാൻ ഇങ്ങനെ ഇരുന്നാലോ? എന്നാ കുഴപ്പമില്ല. ആ ഓക്കെ ഇങ്ങനെ ഒരാൾ ഈ സൈഡിൽ ഇരുത്തിക്കോ. ബാക്കില് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നിർത്തിയാലോ അവനെ. കുറച്ച് ഫ്രണ്ടിലേക്ക് ഇരിക്കാം. ഞാൻ ബാക്കി ഇരിക്കട്ടെ. നിന്റെ തല നമ്മളെന്ത് ചെയ്യും? അവൻ ചിരിക്കുക. ഫ്രെയിം സെറ്റ് അല്ല ഞാൻ അവന്റെ കാല്. ഞാൻ കുത്തിയിരുന്നോ. ഓമി ഒളിച്ചേ ഒളിച്ചേ കണ്ടേ 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 ഒളിച്ചേ ഒളിച്ചേ ഓമി ഓമി. എടാ നിന്റെ കൈ താഴെ വെക്കടാ. ഇവിടെ നോക്ക് ഇവിടെ നോക്ക്. ഓമി ഏതെങ്കിലും യൂട്യൂബില് വല്ലതും പാട്ട് വല്ലതും ഇട്ടിട്ടെ ഒന്ന് അവന്റെ അറ്റൻഷൻ പിടിച്ചിട്ടൊന്ന് ഇവിടെ വെച്ച് കാണിച്ചു കൊടുക്കും. അത് എന്റെ ഫോൺ എന്റെ ഫോൺ നോക്ക്. അതൊന്ന് ഇവന് ജസ്റ്റ് നോക്കിക്കോ. ഇതാണല്ലേ പക്കയാണ്. എടാ അർജുൻ കൈ ഒന്ന് കൈ വെച്ച് സ്ട്രോങ് ആയിട്ട് പിടിച്ചോ. കയ്യോ? അയ്യോ പൂച്ചക്കുട്ടി ഇതിലേക്കൂടെ വരുന്നത്. കാല് പച്ച കട്ടാവാതെ എന്ന് വെച്ചാൽ കട്ടാവാതെ എടുക്കാം. കാല് ഓമി ഓമി വാവേ വാവേ. നിങ്ങൾ കുറച്ചുകൂടി ലെവൽ അത് ഇങ്ങനെ കൂടെ വെക്കണം. ഇങ്ങനെ വെക്കണ്ടേ ഇതില്? അതാണ്
അല്ലെങ്കിൽ വാവേ എന്തോരം പോസാ കണ്ടോ ഇങ്ങനെ പറഞ്ഞോണ്ട് കേട്ടോ. ഓവി കുഞ്ഞായി പോയാ ഉടുപ്പിട്ടപ്പോ അവനെ കുറച്ച് എന്റർടൈൻ ചെയ്യാണ് കാരണം ആള് ചിരിക്കുന്ന നിർത്തി. ഒന്ന് ഫ്രണ്ടിൽ എന്തെങ്കിലും and ഈ ഐ ലെവലിൽ അവൻ അറ്റൻഷൻ ഓക്കെ കൊടുക്കും. അത് തന്നെ അങ്ങനെ കേൾപ്പിക്കോ. ഓമ ഓമ ഓമി കുഞ്ഞേ കേൾത്തിട്ട് എല്ലാരും മാറിയേ. ഓമി കുഞ്ഞേ അയ്യോ ശരീരത്തില്ല ശരീരത്തില്ല ഇവിടെ 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 ഓമി കുഞ്ഞേ അല്ല I give up എത്തി give up ലോമ എന്താണ് ഇത് ഉടുപ്പില്ലാതെ എടുത്തിട്ട് അച്ചോ ഈ ഒരു ഹാപ്പിനെസ്സിൽ പൊക്കിയും കൂടെ കൊടുത്തു മൂക്കിലെന്തോ പൊടി ഇതേ സന്തോഷം ഇരുത്തി കഴിഞ്ഞിട്ട് എന്റെ ഇവിടെ ബാക്കി വന്നു ചെയ്യണേ. ഹൻസ് വേറെ സൈസ് സൗണ്ട് ഉണ്ടാക്കല്ലേ ഞാൻ ബാക്കി അല്ല ഒരു സെക്കൻഡ് അവന്റെ ഹാപ്പിനെസ് ഒന്ന് വെയിറ്റ് ചെയ്യും. ആ മ്യൂസിക് ഇട്ട് നോക്കിയാലോ ഓക്കെ അവനല്ലേ കുറച്ചൊന്ന് ഇങ്ങോട്ട് നീക്കോ. ഇപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പൊ ചിരിക്കും കേട്ടോ. ടക്ക് എടുത്തോ. ഓക്കെ ഒരു മിനിറ്റ് മ്യൂസിക് ചെയ്തു. ബഹളം വെക്കല്ലേ മ്യൂസിക് ഇടണോ? ഓസി താന്നോ? ഇപ്പൊ ഓസി ഫുൾ ഫ്രീയിലുണ്ട്. എവിടെ പോണ് ബാക്കിലോട്ട് സ്പേസ് ഇല്ലേ സംഭവം അവന് കാല് വേണം, അതെനിക്ക് മനസ്സിലായി. ഓമി 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 ഐ ലെവൽ ഡൗൺ. ഹൻസു വീഡിയോ താക്ക്. ഓമി ഓമി കുട്ടി ഒരു സെക്കൻഡ് ഒരേ ഒരാൾ ഹൻസു ചെയ്ത് ബേബി പിടിച്ച ഓസിയുടെ തല താക്ക്. ഓമി അമ്മ ഇവിടെ വന്നു ചോദിച്ചു, ഇവിടെ വന്നു ചോദിച്ചു, ഇവിടെ വന്നു ചോദിച്ചു. അച്ഛാ 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 അവനെ ശബ്ദമില്ലാതെ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഇടണം. ആൻഡ് അവനെ ഒന്ന് അവൻ ചിരിക്കുമ്പോഴാണ് കൊടുത്താലോ എടുത്തിട്ടൊക്കെ വെച്ചിരിച്ചു വെച്ചാലോ ഫുൾ ബോഡി. എന്റെ ഹാൻസുണ്ടാക്കി ഗസ്റ്റ് റൂമിൽ ഇരിക്കുന്ന ഫോട്ടോ അറിയില്ലേ അത് ഇവന്റെ റൗണ്ട് 2 ഫോട്ടോഗ്രാഫിയാണ്. ആ ഡ്രസ് ഇല്ല, നമുക്ക് എല്ലാവർക്കും എടുത്ത പോലെ. അത് എല്ലാ കുട്ടികൾക്കും എടുക്കും. എല്ലാ കുട്ടികൾക്കും എടുക്കും, നമുക്കും എടുത്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ പക്ഷെ നമുക്കൊക്കെ ഒരു ഫ്രില്ലുള്ള ജെട്ടി ഞാൻ ഇട്ട് തന്നു. അത് അമ്മ തന്നെ പറഞ്ഞത് ഗേളിഷ് ആന്ന് പറഞ്ഞു. അപ്പൊ അതിപ്പോ എന്റെ ഇല്ല. അതുപോലെ ഇട്ടാലും കുറച്ച് ഗേളിഷ് ആയി പോവും. ചിരിച്ചേ വാവേ ഇവിടുന്നോ? ആ ഓം ബേബിയാണ്. ഫുൾ ലെങ്ത് ആണ്. ഫേസ് തിരിക്കണമല്ലേ? ഇങ്ങോട്ട് അവിടെ തിരിക്കണം. ഇങ്ങനെ അത്രേ അല്ല. അങ്ങനെ 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 കുറച്ചുകൂടെ വൈഡ് ആംഗിൾ ആണ് അമ്മു. ബാക്കിൽ അവനെ കാല് കട്ടാവല്ലേ, കുറച്ചുകൂടെ വൈഡ് എടുത്തു. അല്ല അമ്മ ആ ഡയറക്ഷനിൽ സൗണ്ട് ഉണ്ടാക്കണ്ട. ഓമി ബാക്കിലെ ഒന്ന് ആരെങ്കിലും അമ്മ ബാക്കി പോയല്ലോ പിടിക്കായിരുന്നോ? ഇവിടെ ഒരാൾ പിടിക്കായിരുന്നോ? നല്ലപോലെ ചേറിലിരിക്കാത്തായിരിക്കും ബെറ്റർ. ഓമി മുട്ട് 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 Your new neighbor. അമ്മ താഴോ അല്ലെങ്കിൽ ഓമി ഓമി ഓമി
ഓമി ചിരിപ്പിക്ക് വിട്ട് ഓമി അവിടെ നോക്ക്. ഓമി ചിരിപ്പിക്കുന്ന അവിടെ നോക്കാൻ. അല്ല ഒരു സെക്കൻഡ് അമ്മ മാറിയിട്ട് അവിടെ വേറെ ആരെങ്കിലും വരും. അവിടെ ഫുള്ളി ഓമി. താന്നിരിക്കണം. ഇതിനകത്ത് താഴാൻ പറ്റില്ല. കുഞ്ഞാറ്റേ കുഞ്ഞാറ്റേ ദാ ഇവിടെ നോക്കോമി. അല്ലെങ്കിൽ ക്യാമറയുടെ അവിടെ ക്യാമറ നോക്ക്. ഈ ഒരു ഡയറക്ഷൻ കൈ മാറ്റിക്കോ. ക്യാമറ എടുത്തോ. ക്യാമറ പിടിക്കാൻ പറ്റുന്ന ഒത്തിരി ഫോട്ടോ എടുക്കും നല്ലതായിരിക്കും. അതെന്തായാലും ഊരി കൊടുക്കാൻ പറ്റൂല. അതൊക്കെ വേറെ. ഞാൻ എടുത്ത് ഞാൻ അവിടെ അന്ന് നീ വിളിക്കും. ഹായ് ദേവിയെ പോലെ. വാളയിട്ടേക്കട്ടെ. അയ്യോ അമ്മ അതൊക്കെ അവൻ കണ്ണിലൊക്കെ ഇടും. 1000 പേരുണ്ട് അവന്. Last name is Koma. എത്ര നാള്? ചിരിക്കുന്ന കാണിച്ചില്ല. കാലിക്കുടി. ചിരി തുടങ്ങി. അണിയത്തി പ്രാവിനെ അതിൽ ചെറു ചെറു ചിരിയുടെ പുലരികൾ നീട്ടും ശാലിനിയാണ്. അയ്യോ എന്റെ ഇന്നലത്തെ സ്വപ്നത്തിലെ ഞാൻ മരുതൻകുഴി പാലത്തിലൂടെ വണ്ടി ഓടിച്ചു വന്നപ്പോ നോർത്തേൺ ലൈറ്റ്സ് ഞാൻ വിചാരിക്കുകയും ചെയ്തു "ഓ, ഇത് ഇവിടെയൊക്കെ എത്തിയോ?" ഭയങ്കര കാര്യമായിട്ട് ആൾക്കാർക്കൊക്കെ ഫുൾ റൂം കിട്ടുമല്ലോ. നല്ല സ്പോട്ട്. ഞാൻ അവിടെ തന്നെ ഇരുന്നോളാം. ഓക്കെ സോ അതിനു ഞാൻ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഞാൻ ബീഫ് കറി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ചപ്പാത്തിയും ബീഫ് കറിയാണ് കഴിക്കുന്നത്. ആദ്യം ഒരു ഹെൽത്ത് ഇസ് മൈ പാഷൻ, ജിം ഇസ് മൈ പാഷൻ. പക്ഷെ ജിമ്മിൽ പോകാറില്ല. ഹെൽത്ത് കുറച്ചെങ്കിലും ഒരു പാഷനേറ്റ് ആവാമെന്നൊരു ആഗ്രഹം വന്നപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് മാത്രം. ഇത് ഇത്രയേ ഉള്ളൂ. ഇന്നലത്തെ വല്ലതും ആണോ? അല്ല അത്രയും അംഗങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ആയിപ്പോയത്. പക്ഷെ നോക്കിയപ്പോൾ കലം മാത്രം അവിടെ ഇരിക്കുന്ന. അശ്വിൻ വരുമ്പോഴത്തേക്കും അശ്വിൻ്റെ അടുത്ത് കുറേ വെജ് കഴിക്കും. അല്ല വേറെ അകത്ത് കാണുമായിരുന്നു. സൂപ്പർ ബീഫ് സൂപ്പർ. നല്ല എരിവ്. ഓമി ഓമി ചായ വേണോ? നോക്കി ഓമി 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 ഞാൻ ഒന്നും കൂടെ കുടിച്ചു നോക്കട്ടെ. ഓമി ഓമി നോക്കിയേ നോക്കിയേ. അമ്മയോ മിസ് വേണോ? നോക്കിയേ നോക്കിയടാ. അവൻ കൈ ഇട്ട് കളയും ചാടി കയറി. അവനിങ്ങനെ ഓസി ഇങ്ങനെ നോക്ക്. നീ കുറച്ചുകൂടെ വലുതാവും. നിനക്കും പ്രിൻസസ് ടീ ടൈം ആവാം. രക്ഷയില്ല ഓമി. നമുക്കൊന്നും ഇല്ലേ ചായ നോക്കേ. അയ്യോ പാവം. Take this, me. കണ്ണാടിയല്ല. trying to make him love Shinchan. പക്ഷേ നീ എങ്ങനെയെങ്കിലും ആ ഷിൻചാനെ ഒന്ന് ഇഷ്ടപ്പെട്. അതാണ് നിന്റെ ടോയ്. നീ അത് മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി. നിന്റെ ടോയല്ല അത് നീ. അത് നീ.
എന്റെ കൈ വരെ ശാശാന് ഭയങ്കര ഒരു ഷിൻഷാൻ ലുക്ക് ഉണ്ട്. അത് ഒത്തിരി പേര് കമന്റ് ചെയ്ത് ഞാൻ കാണാറുണ്ട്. മാനിഫെസ്റ്റ് ചെയ്താണെന്ന് തോന്നുന്നു. മാനിഫെസ്റ്റ് ചെയ്ത് വല്ലാതെ നടന്നുപോയി. പക്ഷെ എന്റെ ക്യാമറയിൽ നിന്റെ കുണ്ടിയൊക്കെ ഇങ്ങനെ കാര്യം ഇവിടെ ഫേവറേറ്റ് ഹോബിയാണ് സാധനങ്ങൾ എടുത്ത് എറിയണം. മുന്തിരിങ്ങ ഉണ്ടോ അൻസു? നല്ല മുന്തിരിങ്ങ കൊടുക്കായിരുന്നു. പാവം കോഫിയൊക്കെ നോക്കി കൊതി വിടും. നിനക്ക് നമ്മൾ തണ്ണിമത്തം തട്ടേ കടിച്ച് കടിച്ച് തിന്നണോ? അച്ഛോ തലയുടെ മണ്ടയിൽ ഇനി ഉറക്കം വരുന്ന ഇങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്താൽ അവൻ വൈകാതെ പാല് കൊടുത്ത് ഉറങ്ങും. അവൻ രാവിലെ ഇപ്പോൾ ഒട്ടും ഉറങ്ങാറില്ല, ഒട്ടും ഉറങ്ങൂല. ഒരു 3:30 to 8 ഇടയിൽ ഒരു 7 to 8 ടൈംസ് എങ്കിലും എണീക്കും. ചുമ്മാ ഇരുന്ന് കാര്യം ഞാൻ പാല് കൊടുത്തോണ്ടിരിക്കും. ഭയങ്കര സാധനം മിസ് ചെയ്തേ. അതെ അതെ, ഇനി അവൻ എന്നെ അറിയത്തില്ല. അച്ഛൻ വന്നു തിരിച്ച്. അച്ഛൻ സ്വിമ്മിങ്ങിന് പോകുന്ന പോലെ ഷവർ ക്യാപ്പൊക്കെ വെച്ചേക്കുന്നത് പറ്റി. സ്വിമ്മിങ് ക്യാപ്പ്. ഹലോ, ഞാൻ വെച്ച മഴ നനയാ, മഴ വല്ലതും പെയ്യുന്ന വെച്ചിട്ട് മുൻഗണന ചവ പാല് കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അച്ഛന്റെ സൗണ്ട് കേട്ടപ്പോ എന്നെ ഡിവോഴ്സ് ചെയ്തു. അവന് പേടിയാ, എന്നെ ആരെങ്കിലും എടുത്തോണ്ട് പോയാലോ. കരയും കരയും, ഉറപ്പായിട്ടും കരയും അവൻ. പാവം അച്ഛോ ഭയങ്കര പാവം. ഇന്നത്തെ കമന്റ്സില് കൊച്ചിനെ കരയിപ്പിച്ച് അവർക്ക് എന്തൊരു സന്തോഷം കിട്ടിയെന്ന് നോക്കിയേ. ഇവിടെ വെള്ളയാണില്ലേ, എക്സ്ട്രീം മഴ കാരണം മാച്ച് കുറെ മണിക്കൂർ നിർത്തി വെച്ചു. ഒരു 2-3 മണിക്കൂർ മുന്നേ. ഞാൻ വെച്ച എന്തായാലും അപ്പൊ ഇവിടെ വരുന്നു. മാംഗോസ്റ്റീ നിനക്ക് വേണു വളരുമ്പോ തരാം. ഇത് റംബൂട്ടാൻ കൊറേ വരുന്നുണ്ടല്ലേ. ഞാൻ മേളിന്ന് കണ്ടു, ടെറസിന്ന് ഒരു ഷോട്ട് ഞാൻ എടുത്തു. ഓമി ചെടികളും ഇവിടെ ഒരു കിളിയുണ്ട്, ചെറിയ കിളിയുണ്ട്. ഡിഫ്യൂസ് സൺലൈറ്റ്, അത് ഫോണിലൂടെ കുറെ കൂടെ കാണാം. തലയുടെ മേളൊരു കൊതുപ്പുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ വെതറിൽ വരും. വെയിലുള്ളിൽ വരത്തില്ല. സാധനം കൊടുക്കണം. ഒരു എണ്ണം ഉണ്ടടാ. ഓ മീജാം വെക്കാം. ഇഷ്ടപ്പെട്ടില്ലേ? നിനക്ക് പുളിപ്പുള്ള ഇഷ്ടമാണല്ലോ എന്നെ പോലെ. ചെറിയ കഷ്ണം കടിച്ചിട്ടാവും തന്നെ കുറേ നേരം അത് വെച്ച് ചവച്ചുകൊണ്ടേയിരിക്കും. ഇന്നലെ ഒരു കുഞ്ഞ് മറ്റേ വെറും വേവിച്ച ചിക്കൻ ഇല്ലേ, അതിന്റെ കഷ്ണം കൊടുത്തപ്പോ അത് ഊറി 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 ഇരുന്നിട്ട് അങ്ങ് വിഴുങ്ങി. ഓ അയ്യോ, കൈ ഇങ്ങോട്ട് എടുക്ക, ഞാൻ തിന്നട്ടെന്നൊക്കെ. അവനാ പുളിപ്പ് ഇഷ്ടപ്പെട്ടു. സ്ട്രോബെറി ഇഷ്ടമുള്ള ഒരാൾക്ക് ജാമ്പയ്ക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നാരങ്ങ വരെ കഴിക്കുന്ന ഒരാൾക്ക് പിന്നെ ഇതൊരു പ്രശ്നമായി. ഇഷ്ടപ്പെട്ടങ്ങ് ഇഷ്ടപ്പെട്ടാരി ഇഷ്ടപ്പെട്ടാ ചക്കരക്ക്. അമ്മയൊക്കെ വയസ്സായി കഴിഞ്ഞ് പല്ലൊക്കെ വീക്കായ സമയത്ത് ഇങ്ങനെ ചവയ്ക്കുന്ന അമ്മ. ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ട ജാമ്പിക്ക. നീ നടക്കാറാകുമ്പോ നീ വന്ന് പറിക്ക് കേട്ടാ.
സ്വപ്ന ലോകത്തെത്തി. സോൺ ഔട്ട്, അവൻ ആ സോൺ ഔട്ട് ആയാലേ ശവയ്ക്കാൻ പറ്റും. ഷാർപ്പ് ടീത്ത്. ഇഷ്ടപ്പെട്ട ഓമി? ഇഷ്ടപ്പെട്ട? വലിയ കൊതിയൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾ തന്നാ ഞാൻ തിന്നാം, അല്ലാതെ എനിക്ക് അതിന് വേണ്ടി മെനക്കെടാനൊന്നും പറ്റൂല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഞാൻ കഴിക്കാം. ഞാൻ വാ ഫ്രീ ആയിട്ട് വെച്ചേക്കാണ്, തന്നാൽ തിന്നാം അല്ലേ ഓമി? ഞാൻ ഒന്ന് ചവച്ചോട്ടെ, ഞാൻ ചവച്ച് കഴിഞ്ഞിട്ട് താന്നൊക്കെ. ലവ്ലോലിക്ക് ആക്ച്വലി ഇവനെ കൊണ്ടൊന്ന് കടുപ്പിച്ച് നോക്കണം. ഉണ്ടല്ലോ അതാ പിങ്ക് താഴെ നിൽക്കുന്നു, അതൊന്ന് ഹാഫ് ആക്കിയിട്ട് അകഭാഗം മാത്രം കടിക്കാൻ കൊടുത്താൽ മതി അവന്. അതിൽ ഉറുമ്പുണ്ട്. അയ്യോ ഇതാ അല്ല, അച്ഛൻ കടിച്ചിട്ട് ഹാഫിന്റെ അകംഭാഗം കൊടുത്താൽ മതി. അവനെ റെഡ് കളർ കാണുമ്പോ ഹരം കേറും. അവൻ പക്ഷെ നാരങ്ങ തിന്ന ആളായതുകൊണ്ടേ അവനിതൊന്നും ആയിരിക്കത്തില്ല. അച്ഛൻ ഹാഫ് കടിച്ചിട്ട് അകത്തെ ഇത് കൊടുക്കും, അപ്പോഴേ കറക്റ്റ് അവൻ ആ പുളി അറിയും. രാവിലെ ഒലിക്കാന് വേറെ ആൾക്കാർ എന്തൊക്കെയോ ലൂബിക്ക അതും കുറെ പേര് പറയും. ഓമി ഓമി ഡാ കുഞ്ഞാ തിരിഞ്ഞിരിക്കുക, നമ്മ തരാതിരിക്കുന്നത്. രാവിലെ ഒലിക്കാം. പക്ഷെ എന്റെ ആ മുഖം ക്യാമറയിൽ കിട്ടരുത്, ആൾക്കാരെന്നെ കാണരുത്. ഇഷ്ടപ്പെട്ട അവന് ചാമ്പയ്ക്കായിരിക്കും കൂടുതൽ. ആ നിങ്ങൾ തന്നാ മതി, ഞാൻ തിന്നോളാം. എനിക്ക് റെഡ് കളറാണെങ്കിൽ ഞാൻ തിന്നോളാം. ഞാൻ മുകളിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഗ്രീൻ കാ കണ്ടു, അതൊക്കെ ഞാൻ എടുത്തു. 70% അപോർഷൻ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് 70% താഴെ വീണ് പോകും, കാറ്റ് വരുമ്പോഴല്ലേ. അല്ല അല്ലാതെ തന്നെ പോകും. അങ്ങനെ നമ്മൾ ഗാർഡനിലൊക്കെ ഒരു വാക്ക് കഴിഞ്ഞു. ഇതുവരെ അശ്വിൻ വന്നിട്ടില്ല. എവിടെയാണ് ഇത്ര നേരം പോയിട്ടില്ലെന്ന് അറിയില്ല. ഇനി അയാൾ വരണം, വന്നിട്ട് വേണം ഒന്ന് ഓഫീസിലൊക്കെ ഒന്ന് കയറാൻ. ആണ് ഇന്ന് കയറിയിട്ടില്ല, ഇന്ന് പോകണം. ഞാനെന്തായാലും ഒന്ന് കാലൊക്കെ കഴുകി കുറച്ച് നേരം ഒന്ന് സെറ്റിൽ ആവട്ടെ. എന്നിട്ട് അശ്വിനെ ഒന്ന് വിളിക്കണം. ആള് 2 മണിക്ക് വരാമെന്ന് പറഞ്ഞു. ഇപ്പം സമയം 4 മണി കഴിഞ്ഞു. ഉള്ളുന്ന അത് വന്നത്. ലൈഫ് ജാക്കറ്റ് ലൈഫ് ജാക്കറ്റ് ഓട്ടോറിക്ഷ ലൈഫ് ജാക്കറ്റ്. അവനാ റെഡ് ചെയർ ആ കളറാ ഇഷ്ടം. ഹരം ഹരം. ഓമി ഓട്ടോറിക്ഷ ഡ്രസ് കിട്ടിയ അറിയില്ല, ആരോ ഗിഫ്റ്റ് ചെയ്തതാ. റിക്ഷ, ഓട്ടോറിക്ഷ എന്നില്ല, റിക്ഷ എന്ന് എഴുതി. റിക്ഷ. അവ അവന്റെ ഇപ്പത്തെ ഹാൻഡ് സിഗ്നൽ വെച്ചത് കറക്റ്റാ. അവ ഓട്ടോ ഓട്ടിച്ചോണ്ടിരിക്കും എപ്പോഴും. പണ്ട് ഇത് അവന് ശരിക്കും ലൈഫ് ജാക്കറ്റ് ആയിരുന്നു, ഇന്നാണ് കറക്റ്റ് ആയത്. നിനക്ക് മുന്നേ ഉള്ള ചക്കര ഞാനായിരുന്നടാ. ചക്കര മുത്ത. ഫോൺ ഇഷ്ടമാണ്, ഫോൺ കേസസ് അത് നീക്കി വെക്കാൻ അവൻ എടുക്കട്ടെ. അപ്പൊ പോയി എടുക്കട്ടെ. ഫോൺ നീക്കിക്കോ. എല്ലാം നീ ഒരെണ്ണം അവന് കൊടുക്കരുത്, വേണേ എടുക്കണം. മറ്റേ അതിനേക്കാൾ ഞാൻ ഗിവപ്പ് ചെയ്ത് കിടക്കാം. ആക്ച്വലി നമ്മളാരും അവനെ മൈൻഡ് ചെയ്യാതിരുന്നാ മതി, സ്വന്തമായിട്ട് പോയി എടുത്തോളൂ. മൈൻഡ് ചെയ്യാതിരുന്ന അവൻ പോയി എടുക്കും. കരഞ്ഞ ശ്രമം നടത്തുന്നുണ്ട്. ഇത്രയും പേര് ഇരിക്കുകയല്ലേ, പിന്നെ ഞാൻ എന്തിനു ശ്രമിക്കണം? പറ്റുന്നില്ല. എനിക്കൊന്ന് ആ ഫ്രസ്ട്രേഷനിലായിരിക്കും അവിടത്തെ കടിച്ചെടുത്തു. അങ്ങനെ അവന്റെ ഫേവററ്റ് ആളെത്തി, അശ്വിൻ ഗണേഷ്. ഇത്രയും നാൾ ഞാനായിരുന്നു. ഇപ്പം ആ പദവി അശ്വിൻ തൽക്കാലത്തേക്ക് എടുത്തു. അശ്വിൻ വന്നപ്പോൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കരഞ്ഞൊക്കെ അശ്വിൻ്റെ കയ്യിലോട്ട് പോയി. കാരണം കുറേ നേരം കാണാതിരുന്നപ്പോൾ അവന് മനസ്സിലായി താൻ വെളിയിൽ പോകുന്ന ആളാണ്. ബേബിക്ക് ചായ കൊടുക്ക, പാവം.
അയ്യോ അവനങ്ങ് അങ്ങ് അഡ്മയർ ഇങ്ങനെ പോസ് ചെയ്തൊക്കെ അഡ്മയർ ചെയ്യുന്നു. ഓ ഇത് ഇയാള് തന്നെയല്ലേ അങ്ങനെയൊക്കെ. ഇഷ്ടപ്പെട്ടാടാ എനിക്ക് ഈ ചേട്ടനെ ഇഷ്ടപ്പെട്ടോ നിനക്ക്? അയ്യോ ദിസ് ഈസ് യുവർ ഫാദർ, യുവർ അപ്പ. ഇങ്ങനെയൊക്കെ രണ്ട് കൈ. ആ ഇനിയിപ്പോ ബാ. അയാള് വെളിയിലൊന്നും പോകുന്നില്ല. അതെ എന്നെ ഓറാഡറ്റിലാക്കി. താങ്ക് യു ഫോർ മേക്കിംഗ് മീൻ ഓറാഡറ്റ്. എൻ്റെ എല്ലാ വ്ളോഗിലും ഇപ്പോൾ ഞാൻ ഓറാഡറ്റിലാണ്. അവനെ വെച്ച് ചായ കുടിക്കല്ലേ ഇപ്പം എന്ത് ചെയ്യും? ഇവൻ ഈ ലെഫ്റ്റ് ഹാൻഡ് പുറത്ത് വെച്ചിട്ട് കുടിക്കും. ഇങ്ങോട്ട് നീക്കിക്കോ. അങ്ങനെ നമ്മൾ അശ്വിൻ വന്നു, നമ്മൾ ഫ്ലാറ്റിൽ പോയി ഡ്രസ്സൊക്കെ മാറി. ഇതിൻ്റെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്തൊരു സ്റ്റോക്ക് കാണുന്നില്ല, അപ്പോൾ ആ സ്റ്റോക്ക് തപ്പാൻ പോവുകയാണ്. കണ്ടുപിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ പാക്കിംഗ് സ്റ്റാഫ് എല്ലാവരും വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരാൾ മാത്രമേ പോയുള്ളൂ, ബാക്കിയായിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു അവിടെ വരെ തള്ളാണെന്ന് തോന്നുന്നു. കുറച്ച് വണ്ടി സ്ലോ മോഷനിലാണ് പോകുന്നത്. മിക്കവാറും ഇവിടെ നമ്മൾ ഓഫീസ് എത്തുമ്പോഴത്തേക്ക് എല്ലാവരും പോകും. ഓക്കെ, അപ്പോൾ വിശേഷങ്ങൾ ബാക്കി നമുക്ക് ഓഫീസ് എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വന്നു. ഇപ്പം ഓസിയാണ് ഈ ബേബീനെ ഉറക്കിപ്പിച്ചുകൊണ്ട് ഉറങ്ങി. പാല് കൊടുത്തുകൊണ്ടേ ഉറങ്ങി. അവൻ എപ്പോഴും കുളിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങുന്നത് ഒരു ശീലമുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഓമിയുടെ എന്താ പറയുക, ഫോട്ടോഷൂട്ട് ഇവർക്കെല്ലാം എടുത്ത പോലെ എടുക്കാനും പറ്റി. എനിക്ക് കാണാൻ പറ്റിയില്ല, പക്ഷേ ഓക്കെ, കുഴപ്പമില്ല. അതെന്തായാലും ആ ഒരു സർപ്രൈസ് കാണുന്നു. ബിക്കോസ് ഞാൻ ഇതുവരെ ആ ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഫോട്ടോ സൂൺ ഇൻസ്റ്റാഗ്രാം റിലീസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ആ സർപ്രൈസ് എനിക്ക് കിട്ടും. എനിക്കും ഇന്ന് ഒരു നല്ലൊരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ക്രിക്കറ്റൊക്കെ കളിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ടീം ഇന്ന് ഫൈനലിൽ കയറി. നമ്മുടെ ഒരു മാസം നിൽക്കുന്ന ഒരു ടൂർണമെൻ്റ് ആയിരുന്നു. നമ്മുടെ ജിമ്മിൻ്റെ ഫീനിക്സ് ഫിറ്റ്, അങ്ങനെ ടോർക്ക്, അങ്ങനെ കുറേ തൽവാക്കേഴ്സ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഗ്രൂപ്പിൻ്റെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ആദ്യത്തെ സീസണായിരുന്നു എനിക്ക് ഇന്ന് ഈ പ്രാവശ്യത്തേക്ക്. അപ്പോൾ എത്ര പേര് എൻ്റെ ഈ വ്ളോഗ് കാണുമെന്ന് അറിയത്തില്ല. ഓസിയുടെ വ്ളോഗ് കാണുമെന്ന് അറിയത്തില്ല. അപ്പം ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസം തന്നെയാണ്. അത് അങ്ങനെയൊക്കെ തന്നെ. അതിനെക്കാട്ടി ഇന്ന് എനിക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റി. അങ്ങനെ മാൻ ഓഫ് ദ മാച്ച് എന്ന രീതിയിലല്ല, ഇന്ന് എനിക്ക് നല്ലൊരു രണ്ടും ചെയ്യാൻ പറ്റി. നല്ലൊരു ബാറ്റിങ്ങും ബോളിങ്ങും ചെയ്യാൻ പറ്റി. പിന്നെ ഇന്ന് ഞാൻ ഓസി എന്ന് എഴുതിയ ഒരു ക്യാപ്പാണ് ഞാനിന്ന് കൊണ്ടുപോയത്. ഭയങ്കര മലേഷ്യയിൽ നിന്ന് മേടിച്ചാണ് ഓസിയിൽ നിന്ന് മേടിച്ച ക്യാപ്പ്. അപ്പോൾ ഫൈനലിൽ ആ ക്യാപ്പ് തന്നെ കൊണ്ടുപോകണം. ഓമി എന്ന് എഴുതിയ ക്യാപ്പ് കൊണ്ടുപോകുന്നതാണെന്ന് ഞാനിപ്പോൾ ആലോചിക്കാം. പക്ഷേ ഞാൻ ഓസി എന്നുള്ളൊരു ക്യാപ്പ് തന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. സോ ഈ വ്ളോഗ് ഞാൻ ഇവിടെ നിന്ന് എൻഡ് ചെയ്യുവാണ്. അങ്ങനെ എൻ്റെ സിറ്റുവേഷൻ വന്ന് കൈ അഴിച്ചു പോയി. ഓക്കെ, അപ്പോൾ അടുത്ത എക്സൈറ്റിംഗ് വ്ളോഗ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അൻറ്റിൽ ദെൻ, സൈദികൾ വാസിപ്പത് സുകുമാരൻ.